സർവീസിൽ നിന്ന് വിരമിച്ച വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലെ ശവക്കല്ലറ നിർമ്മിച്ച് അവഹേളിച്ച സംഭവം ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നു. രോഹിത് വെമുല ഉൾപ്പെടെയുള്ളവരുടെ വിഷയമുയർത്തി ഇടതുപക്ഷം നടത്തുന്ന പ്രചാരണത്തിന് മറുപടി എന്ന നിലയിൽ വിക്ടോറിയ കോളേജ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണ് ബിജെപിയുടെ ശ്രമം. എന്നാൽ പ്രശ്നം രാഷ്ട്രീയവത്കരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സർവീസിൽ നിന്നും വിരമിച്ച ദിവസം വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.എൻ. സരസുവിനെ ശവകുടീരം പണിത് അവഹേളിച്ച സംഭവത്തിന് പിന്നിൽ SFI ആണെന്ന ആരോപണം ശക്തമായതോടെയാണ് ബിജെപി ഈ വിഷയം ദേശീയതലത്തിൽ രാഷ്ട്രീയ പ്രചരണമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ടി.എൻ. സരസുവിനെ അവരുടെ വീട്ടിലെത്തി സന്ദർശിച്ച കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ദേശീയതലത്തിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദളിത് വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് തെളിയുന്നതാണ് വിക്ടോറിയ കോളേജ് പ്രശ്നമെന്ന് മന്ത്രി പറഞ്ഞു. Parliament from this place, Mr. Biju and Mr. M.B. Rajesh, they are parking themselves in Hyderabad, taking up a cause of Rohit Vemula. The contradictions, their attitude, their thought process, their philosophy gets reflected in the incident which has happened in Victoria College, where they have created a burial and a grave for one of the most reputed principals. ബിജെപി ജില്ലാ നേതാക്കളോടൊപ്പമാണ് കേന്ദ്രമന്ത്രി മുൻ പ്രിൻസിപ്പലിന്റെ വീട് സന്ദർശിച്ചത്. എന്നാൽ സംഭവം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ഡോക്ടർ ടി.എൻ. സരസു വ്യക്തമാക്കി. രാഷ്ട്രീയം, ജാതി, സ്ത്രീ ഈ മൂന്ന് രീതിയിൽ ഇത് ഇടപെടേണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് ചെയ്യുന്നതിനും പറയുന്നതിനും എനിക്ക് എന്താണ് ഉത്തരവാദിത്തം? ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ വിഷയത്തിൽ ഇടപെടുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, പാലക്കാട്.